ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നാളെ ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത്. എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം 7:45 ലാലിഗയിലാണ് ഈ മത്സരം നടക്കുന്നത്. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമാണ് റയലിന് ലാലിഗ കിരീട സാധ്യതകളെ സജീവമാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഈ മത്സരത്തിൽ FC ബാഴ്സലോണക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കിരീടം ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഏതായാലും രണ്ട് ടീമുകളും എങ്ങനെയായിരിക്കും താരങ്ങളെ ഇറക്കുക? ഹാൻസി ഫ്ലിക്ക് മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഇന്റർ മിലാനെതിരെ അണിനിരത്തിയ ഒരു 11 ഉണ്ട്, അത് തന്നെയായിരിക്കും അദ്ദേഹം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഷെസ്നി തന്നെയായിരിക്കും. ഇനി വിങ് ബാക്കുമാരായിക്കൊണ്ട് ജെറാർഡ് മാർട്ടിനും അതുപോലെ തന്നെ എറിക് ഗാർഷ്യയും വരും എന്നുള്ളതാണ്. നമുക്കറിയാം ഹൂൾസ് കൂണ്ടെ, ബാൾഡെ എന്നിവരൊക്കെ ഇപ്പോൾ പുറത്താണ്. ഇനി സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇനീഗോ മാർട്ടിനസ്, കുബാർസി എന്നിവരായിരിക്കും വരിക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെഡ്രി ഉണ്ടാകും, അദ്ദേഹത്തോടൊപ്പം ഡിയോങ് ഉണ്ടാകും, അതുപോലെ തന്നെ ഡാനി ഓൽമോ അവിടെയുണ്ട്. ഇനി മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഫെറാൻ ടോറസ് ആയിരിക്കും, റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടാവില്ല എന്നാണ് സ്പോർട്ട് പറയുന്നത്. കൂടാതെ റഫീഞ്ഞയും ലാമിൻ യമാലും ഉണ്ടാകും. ഇങ്ങനെയാണ് റയലിനെതിരെയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഇനി റയൽ മാഡ്രിഡിന്റെ 11 എങ്ങനെയായിരിക്കും? അത് സ്കോർ 19 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കോർട്ടുവയായിരിക്കും. ഇനി പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുമാരുടെ പൊസിഷനിൽ ചുവാമെനിയും അസൻസിയോയും ഉണ്ടാകും. ഇനി വിങ് ബാക്കുമാരുടെ പൊസിഷനിലായിരിക്കും ഫ്രാൻ ഗാർഷ്യയും അതുപോലെ തന്നെ ഫെഡെ വാൽവർദയും കളിക്കുക എന്നാണ് ഇപ്പോൾ സ്കോർ 19 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സബയോസ് ഉണ്ട്, ബെല്ലിംഗ്ഹാം ഉണ്ട്, ലൂക്ക മോഡ്രിച്ച് ഉണ്ട്. മുന്നേറ്റ നിരയിൽ കിലിയൻ എംബപ്പെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഉണ്ടാകും, വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും. റോഡ്രിഗോക്ക് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല, പകരം ആർദ ഗുലറിനെ ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് സ്കോർ 19 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ രണ്ട് ടീമുകളുടെയും 11 എങ്ങനെയാവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.